ഹായ് ഹലോ ദേ ഇങ്ങോട്ടും നോക്കി ഇതൊരു ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. ഞായറാഴ്ച ദിവസങ്ങളിൽ ഞങ്ങളിവിടെ പൂരിയും ചപ്പാത്തിയും ഒക്കെ ഉണ്ടാക്കുക. അല്ലാത്ത ദിവസങ്ങൾ ദോശ പുട്ട് അങ്ങനത്തെ എളുപ്പമുള്ള ഐറ്റംസാവും ഉണ്ടാക്കുക. കാരണം അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ എണീറ്റ് വന്ന് മാവ് എടുത്ത് കുഴച്ച് പരത്തി ചുട്ട് വരുമ്പോഴേക്കും അച്ഛനൊക്കെ പോകാൻ നേരം മെഴുകും. ഞായറാഴ്ച ഏട്ടുള്ളതുകൊണ്ട് തന്നെ ഏട്ടന് ഹെൽപ്പ് ചെയ്യും ഒരുവിധം എല്ലാത്തിനും. അപ്പം നമുക്ക് പെട്ടെന്ന് പണികൾ നടക്കും. അപ്പം ഞാൻ ചപ്പാത്തിക്കുള്ള മാവട കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് പൂരി മസാലയ്ക്കുള്ള ഉള്ളിയും കിഴങ്ങും പച്ചമുളകൊക്കെ ഇട്ടിട്ട് പൂരി മസാല ഉണ്ടാക്കാൻ കുക്കറിൽ വെക്കുകയാണ്. ഈ സ്പൂൺ എന്തിനാണ് ഇടുന്നത് വെച്ചാൽ സ്പൂൺ ഇട്ടെങ്കിൽ അങ്ങനെ പോവാറില്ല. കാരണം ഒരു സ്പൂൺ ഇട്ട് വെക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഞാൻ ഇനി മാവൊക്കെ അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പൂരി ഉണ്ടാക്കാനുള്ളത്. ഞാൻ പണ്ടൊക്കെ ഞാൻ ഭൂരി എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് ഞാനത് പൂരിയാക്കിയ മാതിരി ശരിക്കും പറയുക പൂരിയാണ് ഇത്ര. ചിലപ്പോൾ ഞാൻ എപ്പോഴും ഭൂരി തന്നെ വരും കേട്ടോ. നിങ്ങളൊന്ന് ക്ഷമിച്ചേക്ക്. അപ്പോൾ ഇങ്ങനെ പൂരിക്ക് ഇത് ഞാൻ പരത്തിക്കൊണ്ടിരിക്കുന്നു. പൂരിക്ക് എനിക്ക് ചെറിയ വട്ടത്തിൽ പരത്തുമ്പോഴാട്ടോ നല്ല പഫി ആയിട്ട് തന്നെ പൊള്ളച്ച് വരുന്നത് കിട്ടാറുള്ളത്. ഇതെൻ്റെ ഏട്ടൻ അതാ പൂരി അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഈ പൂരി ഇങ്ങനെ പൊന്തം പോലെ കൊണ്ട് വരുമ്പോൾ അത് കാണുമ്പോൾ എന്താ ഒരു സുഖം മനസ്സിൽ. ഇങ്ങനെ കാണുമ്പോഴാണ് ഓക്കെ എൻ്റെ പൂരി ഇന്ന് ശരിയായി എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടാവും കേട്ടോ. അല്ല ചിലത് ഇങ്ങനെ പൊന്താതെ വരുമ്പോഴേക്കും എന്തോ ഒരു വിഷമാണ്. ഇതിങ്ങനെ പൊന്തി വരുമ്പോൾ കാണാൻ തന്നെ എന്തൊരു അഴകാണ് അല്ലേ. അങ്ങനത്തെ നമ്മുടെ പൂരി ഏകദേശം ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ചപ്പാത്തിക്കാണ് കേട്ടോ ഈ പരത്തുന്നത് കുറച്ച് വലുത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ അച്ഛനും അമ്മയ്ക്ക് അവർ പൂരി കഴിക്കുമെങ്കിലും ചെറുതായിട്ട് ഒന്ന് രണ്ടെണ്ണേ കഴിക്കുള്ളൂ. എണ്ണമേടിക്ക് കാലത്തിനെ കഴിക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ അവർക്കുള്ള ചപ്പാത്തി ഒന്ന് രണ്ടെണ്ണം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴേക്ക് നമ്മളെ പൂരി മസാലയ്ക്കുള്ള കടുകും ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും ഒക്കെ ഉഴുന്ന് പരിപ്പൊക്കെ ഇട്ടിട്ട് മസാല ഇങ്ങനെയാണ് ഇളക്കുമ്പോൾ നല്ലൊരു മണമുണ്ടാവും. ഇതാണ് തോന്നുന്നത് എനിക്ക് മസാലയ്ക്ക് കൂടുതൽ പൂരി മസാലയ്ക്ക് മണം തരുന്നത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോഴേക്കും ഇത് നമ്മളെ ഒന്ന് രണ്ട് ചപ്പാത്തി ഇവിടെ ആയിട്ടുണ്ട്. അപ്പുറത്ത് ഇവിടെ ഗ്രീൻ ടീ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുവിധം നമ്മളെ പൂരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം ഒരു വീഡിയോ കണ്ടതാണ്. ഇങ്ങനെ പൂരിയൊക്കെ ഉണ്ടാക്കി അടിയിൽ ആ എണ്ണയിൽ ഉണ്ടാവുന്ന ആ ഓരോ വേസ്റ്റ് പോലെ തരിത്തരിപ്പോൾ കറുത്ത പൊടികളൊക്കെ അത് മാറാൻ നമ്മളെ മൈദ കലക്കി ഒഴിച്ചിട്ട് മൈദ നല്ല കലക്കിയിട്ട് ആ എണ്ണയിലിട്ടിട്ട് നമ്മളൊരു 5-6 മിനിറ്റ് നമ്മളിങ്ങനെ ഇടയ്ക്ക് കട്ട കുത്തിയായ അതൊന്ന് കോരിയിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നു. പക്ഷേ 2-3 വട്ടം നോക്കിയിട്ടും എൻ്റെ എണ്ണ തെളിഞ്ഞത് മാത്രം കാണാനില്ല. ആകെ കാണേണ്ടത് എണ്ണ കുറഞ്ഞ് വരുന്നതാട്ടോ കാണുന്നത്. അവസാനം പിന്നെ ഞാൻ പോയിട്ട് വേറൊരു വീഡിയോയിൽ കണ്ടു കോൺഫ്ലവർ ഇട്ടാൽ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നത്. ഞാൻ പോയി ഇത് കോൺഫ്ലവർ ചെയ്ത് നോക്കിയതാണ്. 2 ചെയ്തതിന് എനിക്ക് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല, എണ്ണ കുറയാന്നല്ലാതെ. പിന്നെ ഞാൻ അടുത്ത അംഗം എൻ്റെ അമ്മ ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഗ്യാസും സ്റ്റവൊക്കെ ശരിയാക്കല്ല. അങ്ങനെയൊക്കെ ശരിയാക്കിയാൽ അതിനൊരു മനസ്സുഖം ഉണ്ടാവുക. അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ കുട്ടികളും ലൈക്കും ഷെയറും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്ലീസ്. വൃത്തിയാക്കിയപ്പോൾ എന്താ ഒരു ഭംഗി അടുക്കുക. അത് കാണുമ്പോഴൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ. ഓക്കെ ടാറ്റാ ബൈ സീ യു.